എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? നിനക്കൊരു വിചാരമുണ്ട്, എന്നെക്കാൾ കുറച്ച് ബുദ്ധി കൂടുതലുള്ളതുകൊണ്ട് എന്റെ തലേ കയറി നിന്ന് നിരങ്ങാവുന്നു. അത് വെറുതെയാ. നീ ആദ്യം ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്ക്. എന്താ സഞ്ജുവേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞിട്ടും നീ അത് എന്തായാലും ചെയ്യുമെന്ന് എന്നോട് തന്നെ പറയുകയാണെങ്കിൽ എന്റെ വാക്കിന് നീ അത്രേ വില കൊടുക്കുന്നുള്ളൂ എന്നല്ല എന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ വാക്കിന് വലിയ വിലയാണല്ലോ. അവന്റെ ഷോ ഉണ്ടില്ലേ? മരവാഴയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഒന്നും അല്ലെങ്കിൽ നിന്നേക്കാൾ കുറച്ച് ഓണം കൂടുതലുണ്ടല്ലേ ഞാൻ. ശരി, ഞാൻ അനിൽകുമാറിനെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല. പോരെ, സഞ്ജുവേട്ടനൊന്ന് ശാന്തനാവ്. ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നീ കേൾക്കാതെ വരുമ്പം എനിക്ക് ദേഷ്യം വരും. അപ്പോ അനിൽകുമാറും ഗോപാൽജിയും തമ്മിലുള്ള വിഷയം എന്താണെന്ന് ഇവന് നന്നായിട്ട് അറിയാം. പക്ഷെ അത് ഞാൻ കണ്ടുപിടിക്കരുതെന്ന് ഇവൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുടുംബം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് അത് എന്താണെങ്കിലും സംഗതി എനിക്ക് അറിഞ്ഞേ പറ്റൂ. സോറി മോളെ. സാരമില്ല സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട്. എന്തൊരു ക്രിഞ്ചാ ഇത്. സഞ്ജുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടാൻ അധികാരമുണ്ടെന്ന്. അവളുടെ അഭിനയം. ഈ സഞ്ജുവിന് ഇതൊന്നും മനസ്സിലാവാത്ത എന്താണാവോ? നീ എന്താ ആലോചിക്കുന്നേ? സ്വപ്ന സഞ്ജുവിനോട് പറഞ്ഞതൊന്നും കാര്യം